വിവാദ പാലടി ഗാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ CPM തീരുമാനം. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. ഇതിനിടെ കേസിൽ കരുതലോടെ നീങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. തിടുക്കപ്പെട്ട് നടപടി വേണ്ടെന്നാണ് നിലവിലെ ആലോചന. കേസിനെ രാഷ്ട്രീയമായി നേരിടാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അപ്പോൾ ആ ഗാനം ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എത്രമാത്രം CPM-നെയും സർക്കാരിനെയും അലോസരപ്പെടുത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർക്കെതിരായി കേസെടുത്തിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ഒരു മതവികാരവും ഇടപെടുത്താതെയാണ് ഈ പാരഡി ഉണ്ടായിരിക്കുന്നത്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൂടെ പ്രശ്നമാണ്. അതിന്മേലേക്കുള്ള കയ്യേറ്റമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇത് BJP കളിക്കുന്ന, സംഘപരിവാർ കളിക്കുന്ന അതേ കളിയാണ് കേരളത്തിലെ CPM കളിക്കുന്നത്. ആ പാട്ട് എഴുതിയ ആളെയും അതിന് മ്യൂസിക് കൊടുത്ത ആളെയും അത് പാടിയ ആളെയും എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി നിയമപരമായും രാഷ്ട്രീയമായും സംരക്ഷിക്കും. ഈ പരാജയം എത്രമാത്രം കനത്ത ആഘാതമാണ് ഇവർക്ക് വരുത്തിയിരിക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാണ്. TV പ്രസാദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, ഗുഡ് ഈവനിങ്. TV പ്രസാദ്, ഈ പാലടി ഗാനത്തിന്റെ പേരിൽ കേസെടുക്കണോ എന്നുള്ള കാര്യത്തിൽ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ഇതുവരെ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണോ എന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടി പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ CPM-ഉം ഈ പാലടി ഗാന വിവാദത്തിൽ കളത്തിലേക്ക് നേരിട്ടിറങ്ങുകയാണോ? അരുൺ, ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള പാരഡി ഗാനം പല തലങ്ങളിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പോലീസിലുണ്ടായ പരാതിയും പിന്നീടുള്ള കേസുമായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. എന്തായാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായാണ് ഇതെല്ലാം നടത്തിയത് എന്ന് പറയുമ്പോഴും CPM-ഉം LDF-ഉം ഇത് വിടാൻ ഒരുക്കമല്ല എന്നുള്ളതാണ്. EP ജയരാജനെ പോലെയുള്ള ചില നേതാക്കൾ പരസ്യമായി തന്നെ ഇക്കാര്യത്തിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊരു പാരഡി ഗാനമായി ആവിഷ്കാര സ്വാതന്ത്ര്യമായി അങ്ങ് വിട്ടാൽ മതിയെന്ന്. പക്ഷേ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്ത ഒരു പാരഡി ഗാനമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള അലോസരം CPIM-ന് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കണം പോലീസ് കേസുമായി മുന്നോട്ട് പോകുന്നതും ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതും. എന്തായാലും എല്ലാ കാലത്തും ഇത്തരം പാരഡി ഗാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും മിമിക്രി പോലെയുള്ള ഇത്തരം കലാപ്രവർത്തനങ്ങൾ അത് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമായി കരുതിയാൽ മതിയെന്നുമാണ് കോൺഗ്രസും അതുപോലെ തന്നെ തീവ്ര ഹൈന്ദവ സംഘടനകളിൽപ്പെട്ടവരും എല്ലാവരും പറയുന്നത്. പക്ഷേ ഒരു കാരണവശാലും പിന്നോട്ടുള്ള നിലപാടല്ല ഇതിൽ സ്വീകരിക്കുന്നതെന്നാണ് CPIM നേതൃത്വം പറയുന്നത്. അരുൺ, താങ്ക് യു. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.